ഹായ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞേ? അതായത് ഒരു പാറ്റേൺ നമ്മൾ പ്രിൻ്റ് ചെയ്തു, അതുപോലെ പിരമിഡ് പാറ്റേൺ, അതുപോലത്തെ ട്രയാങ്കിൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. എന്നിട്ട് ഫോർ ലൂപ്പാണ് എന്താണ് ലൂപ്പ് എന്ന കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ എന്ത് ചെയ്യുക, ഞാൻ വീണ്ടും പറയണം, എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യമാണ്. അതായത് ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ വീഡിയോ നിങ്ങൾ കണ്ടിരിക്കണം. കണ്ടാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. പെട്ടെന്ന് വന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ചിലപ്പോൾ മനസ്സിലാവാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, എന്ത് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് ഓരോ വീഡിയോസായിട്ട് ഇങ്ങനെ വാച്ച് ചെയ്ത് വന്നതിന് ശേഷം മാത്രം ഇത് കാണാം. മനസ്സിലായിട്ടില്ല എന്ന് പറയുമെങ്കിൽ നിങ്ങൾ ഒരു വീഡിയോ പൂർത്തിയാക്കാൻ പാടില്ല. അത് റിവൈസ് ചെയ്ത് കാണാം. കണ്ടതിന് ശേഷം മാത്രമേ ഇത് കാണാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പറഞ്ഞ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാവാൻ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ടാസ്ക് കാര്യങ്ങളൊക്കെ അസൈൻ ചെയ്തിരുന്നു. അപ്പോൾ എന്ത് ചെയ്യുക, അവിടെ കയറിയതിന് ശേഷം ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിലിടുക. എന്ത് ചെയ്യും, അവർക്ക് നമ്മൾ എന്ത് ചെയ്യും, ഒരു ക്യാഷ് പ്രൈസ്, ഒരു ചെറിയ ക്യാഷ് പ്രൈസ് നമ്മൾ എന്ത് ചെയ്യും തരും എന്നുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ വീഡിയോ കാണാം. എന്നിട്ട് എന്ത് ചെയ്യുക, അതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫോർ ലൂപ്പ് നമ്മൾ എന്താണെന്ന് പഠിച്ചു. ഫോർ ലൂപ്പ് ആദ്യം ഈ ലൂപ്പ് എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. ഒരു സ്റ്റോറിയൊക്കെ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, ലൂപ്പ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ലൂപ്പ് എന്താണോ ആദ്യം പഠിച്ചതിന് ശേഷം പിന്നെ ഈ ഫോർ ലൂപ്പ് എന്താണെന്നും കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഞാൻ ഈ ലൂപ്പ് തുടങ്ങുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു, നമുക്കെന്ത് മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് ലൂപ്പ് ഉണ്ട്. ജാവയിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫോർ ലൂപ്പ്, അതുപോലെ തന്നെ വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്, ഇതെല്ലാ ലാംഗ്വേജിലുണ്ട്. അപ്പോൾ ഡു വൈൽ ലൂപ്പും അതുപോലെ തന്നെ വൈൽ ലൂപ്പും ആണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. എന്താണ് വ്യത്യാസം, അതുപോലെ തന്നെ ഡു വൈൽ ലൂപ്പ് എന്താണ് വ്യത്യാസം എന്നുള്ളതാണ്. എന്നിട്ട് ഇതൊക്കെ കൂടിയിട്ട് അവസാനമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു എക്സാമ്പിൾ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരും. ഓക്കെ. അപ്പോൾ എന്താണ് വൈൽ ലൂപ്പ് എന്നുള്ളതും അതുപോലെ തന്നെ ഫോർ ലൂപ്പും പിന്നെ ഡു വൈൽ ലൂപ്പ് എല്ലാം ലൂപ്പ് തന്നെയാണ്. ഇതിൽ എന്താണ് വ്യത്യാസം എന്നുള്ളത് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം അത് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കാണിച്ചു തരുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്കൊന്നും കൂടി മനസ്സിലാവും എന്താണ് വൈൽ ലൂപ്പ്, എന്താണ് ഡു വൈൽ ലൂപ്പ്, എന്തിനാണെന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, മനസ്സിലാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം. ഫോർ ലൂപ്പ് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്, വീണ്ടും ഞാൻ ചെയ്തില്ല. വൈൽ ലൂപ്പും ഡു വൈൽ ലൂപ്പും എന്നുള്ളത് മാത്രം ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ. അതിന് വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഫോർ ലൂപ്പിൽ എന്താ ഉപയോഗിച്ചത്, ഫോർ എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, എഴുതി ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. പക്ഷെ വൈൽ ലൂപ്പിൽ വൈൽ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തുടങ്ങുന്നത്. ഓക്കെ, അതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമ്മൾ എന്താ പഠിക്കുന്നത്, വൈൽ ലൂപ്പാണ്. ഓക്കെ, വൈൽ ലൂപ്പ് ഇങ്ങനെയാണ് എഴുതുന്നത്, WHILE എന്നുള്ളതാണ്. ഇത് വൈൽ ലൂപ്പിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, വൈലെന്ന് എഴുതുക, എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഓക്കെ. വൈൽ എഴുതുമ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഫോർ ലൂപ്പ് പോലെ തന്നെയാണ്, പക്ഷെ നമ്മൾ ഇത് സ്ട്രക്ചർ മാറ്റാണ്ട്. ഇതിലെന്താ മാറ്റാന്ന് വെച്ചാൽ, വൈൽ ലൂപ്പ് എന്നുള്ള ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെയാണ് നമ്മളെ കണ്ടീഷൻ വരുന്നത്. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡിക്ലറേഷൻ നടത്തുന്നുണ്ട്. ഒരു ഐൻ്റെ വേരിയബിൾ ഞാൻ ഡിക്ലറേഷൻ ഇവിടെ നടത്തി. ഓക്കെ. ഇവിടെ ഇനീഷ്യലൈസേഷൻ ഞാൻ നടത്തണം, ഒന്നിച്ച് ഒരു 0 കൊടുത്തിട്ട് ഇനീഷ്യലൈസേഷൻ വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഐൻ്റെ വാല്യൂ ഇപ്പോൾ 0 ആണ്. അപ്പോൾ ഞാനിവിടെ ചെക്ക് ചെയ്യുന്നു, I < 5 ആണോ എന്ന് ഞാൻ ചെക്ക് ചെയ്യണം. ഓക്കെ. കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻ്റ് ചെയ്യണ്ടേ, സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ system.out.print പ്രിൻറ്റിൽ എന്ത് ചെയ്യണം, പ്രിൻ്റ് എല്ലാം ആക്കിക്കോ. അപ്പോൾ താഴത്ത് വരും. ഞാൻ വീണ്ടും വെൽക്കം ടു വെസ്ലൻ. ഇപ്പോൾ ഞാനെന്ത് ഈ ബ്രാക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്യുകയും ചെയ്യാം. ഇപ്പോൾ എന്താ സംഭവിക്കുക, നമ്മൾ പറഞ്ഞ സ്ട്രക്ചർ എന്ന് വെച്ചാൽ മറ്റേതിൽ നമ്മളെ ഫോർ ലൂപ്പിൽ ആദ്യം ഇനീഷ്യലൈസേഷനാണ്, പിന്നെ എന്താണ് നമ്മളെ കണ്ടീഷനാണ്, പിന്നെയാണ് സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെയാണ് ഡിക്രിമെൻറ്റ്, അതായത് മോഡിഫിക്കേഷൻ അല്ലേ. ഈ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ നേരെ പോകുന്നത് ആദ്യം കണ്ടീഷനിലേക്കാണ്. ആദ്യം ഇനീഷ്യലൈസേഷൻ കാര്യങ്ങളൊക്കെ മുകളിൽ നടന്നു, പിന്നെ ആദ്യം കണ്ടീഷനാണ്. കണ്ടീഷൻ ചെക്ക് ചെയ്തതിന് ശേഷം സ്റ്റേറ്റ്മെൻറ്റാണ്. ഇവിടെ നമുക്കൊരു മോഡിഫിക്കേഷൻ കാണുന്നില്ല. ഓക്കെ. ഫോർ ലൂപ്പിലാണെങ്കിലും നമുക്ക് കാണുന്നുണ്ടായിരുന്നു എന്താ ഡിക്രിമെൻറ്റ്, ഇൻക്രിമെൻറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ എന്ത് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. 2-3 വട്ടം നമ്മൾ എന്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെയും പറയുന്നത് എന്താ വെച്ചാൽ, വൈൽ ലൂപ്പ് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യും, കണ്ടീഷൻ ചെക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, പ്രിൻ്റ് ആവും. ഇപ്പോൾ ഇങ്ങനെ പ്രിൻ്റ് ചെയ്താൽ എന്താ സംഭവിക്കുക എന്ന് ചിന്തിച്ച് നോക്കിയോ.
ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് പ്രിൻ്റ് റൺ ചെയ്യാൻ തുടങ്ങിയത് ഇൻഫിനിറ്റി ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. ഇൻഫിനിറ്റി ആയിട്ട് വർക്ക് ചെയ്യാന്ന് വെച്ചാൽ ഇതിനൊരു അറ്റം ഉണ്ടാവില്ല, നേരെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം നിങ്ങൾക്ക് ചോദിക്കാം, ഇവിടെ ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ആ കണ്ടീഷൻ ബ്രേക്ക് ആകുമ്പോഴത്തേന് ഇതെന്ത് ചെയ്യും, ഇത് നിർത്തിയൂടെ എന്നുള്ള ചോദ്യങ്ങൾക്ക് വന്നിട്ടുണ്ടാവാം. പക്ഷെ ഞാൻ പറയാം, കാരണം എന്താ വെച്ചാൽ ഐൻ്റെ വാല്യൂ 0 ആണ്. ഇപ്പോൾ ഇതെന്താ സംഭവിക്കാൻ ഞാൻ പറഞ്ഞത്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ വരും, ഐൻ്റെ വാല്യൂ 0 ആണ്. 0 ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ 5 ആണോ എന്ന് ചെക്ക് ചെയ്യും. കണ്ടീഷൻ എന്താണ്, ട്രൂ അല്ലേ. അപ്പോൾ ട്രൂ ആകുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും, ഈ വെൽക്കം ടു വെസ്ൽ എന്നുള്ളത് പ്രിൻ്റ് ചെയ്യും. ഓക്കെ, പിന്നെയും അതെന്ത് ചെയ്യും, നേരെ പോകുന്നത് ഇങ്ങോട്ട് തന്നെ. മനസ്സിലായോ, വീണ്ടും കണ്ടീഷനിലേക്കാണ് പോകുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ എവിടെയും മോഡിഫിക്കേഷൻ കൊടുത്തിട്ടില്ല. ഇൻക്രിമെൻ്റ് ആവട്ടെ ഡിക്രിമെൻ്റ് ആവട്ടെ നമ്മൾ എവിടെയും കൊടുത്തിട്ടില്ല. ഈ വൈൽ ലൂപ്പിൻ്റെ കണ്ടീഷൻ വെച്ചിട്ട് എന്ത് ചെയ്യും, എവിടെയും നമ്മൾ കൊടുത്തിട്ടില്ല. വൈൽ ലൂപ്പിന് കൊടുക്കാൻ പറ്റുന്ന എവിടെയെന്ന് വെച്ചാൽ ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, I++ എന്നുള്ളത് കൊടുക്കണം. മനസ്സിലായോ, I++ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഇപ്പോഴാണ് കറക്റ്റായി വർക്ക് ചെയ്യാൻ തുടങ്ങാം. നിങ്ങൾ ഞാൻ പറഞ്ഞില്ല ആദ്യത്തെ ഒരു കണ്ടീഷൻ, അത് കണ്ടീഷൻ ഈക്വൽ ആകുമ്പോൾ മാത്രം ഇതെന്ത് ചെയ്യും, ഫോൾസ് ആകുമ്പോൾ മാത്രം ബ്രേക്ക് ആവും. പക്ഷെ നേരെ ഫോർ ലൂപ്പിലാണെങ്കിലോ, ഫോർ ലൂപ്പിൽ എന്താ നമ്മൾ ചെയ്തത്, ഫോർ ലൂപ്പിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ 4 നിട്ടതിന് ശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ആദ്യം ഇനിഷ്യലൈസേഷനാണ്, പിന്നെ കണ്ടീഷനാണ്. കണ്ടീഷൻ കഴിഞ്ഞതിന് ശേഷമാണ് എന്ത്, ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റ് കാര്യങ്ങളൊക്കെ. അതായത് അതായത് നമ്മൾ ഇനീഷ്യലൈസേഷൻ ചെയ്യുന്ന ടൈമിൽ തന്നെ നമ്മൾ എല്ലാം ചെയ്തു പോകുന്നുണ്ട്. പക്ഷെ നേരെ വെച്ച് വൈൽ ലൂപ്പിലാണെങ്കിലോ ഇവിടെ നമ്മളൊന്നും ചെയ്ത് ആകെ കണ്ടീഷൻ മാത്രം ചെക്ക് ചെയ്യാണ്. കണ്ടീഷൻ ചെക്ക് ചെയ്ത ശേഷം നേരെ എന്ത് ചെയ്യും, സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളിലാണ് എന്ത് ചെയ്യുന്നത്, I++ എന്നുള്ളത് ഇൻക്രിമെൻറ്റ് ഈ മോഡിഫിക്കേഷൻ കൊടുക്കുന്നത്. പക്ഷെ അവിടെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉള്ളിലല്ല, സ്റ്റേറ്റ്മെൻറ്റ് പുറത്താണ്. ഫോർ ലൂപ്പ് നമ്മൾ ഇനീഷ്യലൈസേഷൻ ചെയ്യുന്ന ടൈമിൽ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും നോക്കണം, ഒന്നും കൂടി എളുപ്പം അതാണ്. ഇതിലെങ്ങാനും I++ മറന്നു പോയി കഴിഞ്ഞാൽ അവിടെ മറക്കാൻ പറ്റൂല. പക്ഷെ ഇവിടെ മറന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, മറന്നു കഴിഞ്ഞാൽ ഇത് ഇൻഫിനിറ്റി ആയി വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇൻഫിനിറ്റി ആയിട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതില്ല, ഇപ്പോൾ ഇൻഫിനിറ്റി ആയി വർക്ക് ചെയ്യുക വെച്ചാൽ, അതായത് വർക്ക് ആയിക്കൊണ്ട് ഇതിനൊരു അറ്റം കിട്ടൂല. അതിനെങ്ങനെയെന്ന് വെച്ചാൽ I ലെസ് ദാൻ ഓർ ഈക്വൽ 5 ആണെന്ന് ചെക്ക് ചെയ്യും. അതിൻ്റെ വാല്യൂ 0 ആണ്. ലെസ് ദാൻ ചെറുതാണോ 5-നേക്കാളും ആണ്, അപ്പോൾ 1 പ്രിൻ്റ് ആവും. പിന്നെ എന്ത് ചെയ്യും, വീണ്ടും ചെക്ക് ചെയ്യും. വീണ്ടും ചെക്ക് ചെയ്യുന്നത് എങ്ങനെ, I ലെസ് ദാൻ ആണോ, അതിൻ്റെ പേര് അപ്പോഴും ഇൻക്രിമെൻ്റ് ആവുന്നില്ല. എവിടെയും നമ്മൾ ഇൻക്രിമെൻറ്റിൻ്റെ കൊടുത്തില്ലല്ലോ, മോഡിഫിക്കേഷൻ എവിടെ കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യും, വീണ്ടും ചെക്ക് ചെയ്യും, വീണ്ടും പ്രിൻ്റ് ആവും. വീണ്ടും ചെക്ക് ചെയ്യും, വീണ്ടും പ്രിൻ്റ് ആവും. ഈ അതിൻ്റെ വാല്യൂ മാറുന്ന തന്നെ ഇല്ല. അപ്പോൾ ഈ ഇൻഫിനിറ്റി ആയി ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. മനസ്സിലായോ, ഇതാണ് എന്ത്, വൈൽ ലൂപ്പ്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇൻക്രിമെൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇൻക്രിമെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഐൻ്റെ വാല്യൂ ഇനീഷ്യലി എന്താണ് 0 ആണ്. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ 5 ആണെന്ന് ചെക്ക് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണ്, അപ്പോൾ 1 പ്രിൻ്റ് ആവും. വെസ്ൽ എന്നുള്ളത് 1 പ്രിൻ്റ് ആവും ഔട്ട്പുട്ട്. ഓക്കെ, സെക്കൻഡ് വണ് വീണ്ടും ഇൻക്രിമെൻ്റ് ആവും. അപ്പോൾ അതിൻ്റെ വാല്യൂ 1, ഞാൻ പറഞ്ഞിരുന്നു I++ എന്താ, I+1 ആണ്. അതായത് അതിൻ്റെ വാല്യൂ ഇപ്പോൾ കറൻ്റ്ലി 0 ആണ്. 0 + 1 എത്രയായി, 1 ആണ്. അപ്പോൾ 1 ലെസ് ദാൻ ഓർ ഈക്വൽ 5 ആണോ, കണ്ടീഷൻ ട്രൂ ആണോ, അപ്പോൾ 2 പ്രിൻ്റ് ആവും. പിന്നെ വീണ്ടും എന്ത് ചെയ്യും, I++ ആവും. അതിൻ്റെ വാല്യൂ എത്രയായി, 3 ആയി മാറി. അപ്പോൾ ചെക്ക് ചെയ്യും, I ലെസ് ദാൻ ഓർ ഈക്വൽ 5 ആ, കണ്ടീഷൻ ട്രൂ ആണ്, അപ്പോൾ 1 കൂടി പ്രിൻ്റായി. പിന്നെ വീണ്ടും വരും I++ ആവും. I++ ആവുമ്പോൾ എത്ര, അതിൻ്റെ വാല്യൂ 4 ആവും. 4 ലെസ് ദാൻ ഓർ ഈക്വൽ, കണ്ടീഷൻ ട്രൂ ആണ്, അപ്പോൾ 4-മത്തതും പ്രിൻ്റ് ആവും. പിന്നെ വീണ്ടും എന്ത് ചെയ്യും, ++ ആവും. അതിൻ്റെ വാല്യൂ 5 ആവും. 5 ആയി മാറിക്കും. വീണ്ടും ചെക്ക് ചെയ്യും, 5 ഈക്വൽ ആണോ, ഈക്വൽ ആണ്, ലെസ് ദാൻ അല്ല. അപ്പോൾ എന്ത് ചെയ്യും, കണ്ടീഷൻ ട്രൂ ആണ്, 1 കൂടി പ്രിൻ്റായി, 5 പ്രിൻ്റായി. പിന്നെ ++ ആവും. അപ്പോൾ എന്തായി, I++ എന്ന് വെച്ചാൽ I+1 എത്ര, 6 ആയി, 6 ആയി. 6 ആകുമ്പോൾ വീണ്ടും ചെക്ക് ചെയ്യും, കണ്ടീഷൻ ഫോൾസ് ആണ്, അപ്പോഴാണ് ഇത് ബ്രേക്ക് ആവുന്നത്. മനസ്സിലായി. അപ്പോൾ എന്തായി, ഇതാണ് വൈൽ ലൂപ്പ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഒന്നും നിങ്ങൾക്ക് ഏതാ മനസ്സിലായത്, അതായത് ശരിക്കും വെച്ച ഈ വൈൽ ലൂപ്പ് ഉപയോഗിക്കുന്നത് നമുക്ക് എത്ര തവണ ഒരു പ്രിൻ്റ് ചെയ്യണം എന്ന് അറിയാത്തപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വൈൽ ലൂപ്പ് ഉപയോഗിക്കുന്നത്.
നേരെ വെച്ച് ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമുക്കൊരു അറിയാം, ഇപ്പോൾ പെർട്ടിക്കുലർ റോസ് നമുക്കറിയാം, അല്ലെങ്കിൽ എത്രയാണ് പ്രിൻ്റ് ചെയ്യേണ്ടതെന്നുള്ള കണക്ക് നമുക്കറിയാം, ഓൾറെഡി അറിയാം. ഇപ്പോൾ പിരമിഡൊക്കെ പ്രിൻ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലായിരുന്നു. അതായത് 5 റോസാണ് നമ്മൾ പ്രിൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 5 എന്നുള്ളത് നമ്മൾ കൊടുക്കും. നമ്മൾ എൻ നമ്പർ എത്രയാണെന്നുള്ളത് നമുക്കറിയാം. അതായത് യൂസർ എൻ്റർ ചെയ്യുന്ന നമ്പർ എത്രയാണെന്ന് നമുക്കറിയാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഫോർ ലൂപ്പ്. പക്ഷെ വൈൽ ലൂപ്പ് എന്ന് വെച്ചാൽ നമുക്ക് എത്ര തവണ പ്രിൻ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. ആ രീതിയിലാണെങ്കിൽ വൈൽ ലൂപ്പാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് അത്ര മനസ്സിലാക്കിയാൽ മതി. വൈൽ ലൂപ്പ് എന്താണെന്നും അതേപോലെ ഫോർ ലൂപ്പ് എന്താണെന്ന് നമ്മളിപ്പോൾ പഠിച്ച്, ഇനി നമ്മൾ പറയാൻ പോകുന്ന ഒരു സംഭവം കൂടിയുണ്ട്, ഡു വൈൽ ലൂപ്പ്. ഓക്കെ, ഡു വൈൽ ലൂപ്പ് എന്താണെന്നും കൂടി നമുക്ക് നോക്കാം. എന്നിട്ട് മൂന്നും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം. അപ്പോൾ വൈൽ ലൂപ്പ് മനസ്സിലായി തോന്നുന്നു. മനസ്സിലായില്ലെങ്കിൽ റിവൈസ് ചെയ്ത് ഒന്നും കൂടി കാണുക. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് വൈൽ ലൂപ്പ്, എവിടെയാണ് കണ്ടീഷൻ, എവിടെയാണ് സ്റ്റേറ്റ്മെൻറ്റ്, എവിടെയാണ് ഇൻക്രിമെൻറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ രണ്ട്, അതായത് വൈൽ ലൂപ്പിൻ്റെയും ഫോർ ലൂപ്പിൻ്റെയും വ്യത്യാസം ഇതാണ്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം മനസ്സിലാക്കി വെക്കുക. പിന്നെ എന്ത് ചെയ്യും, നമ്മൾ ചെയ്യുമ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യും, മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡു വൈൽ ലൂപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ വൈൽ ലൂപ്പ് എന്താണെന്ന് പഠിച്ചു, അതുപോലെ ഫോർ ലൂപ്പ് എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ വ്യത്യാസങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡു വൈൽ ലൂപ്പും കൂടി നോക്കാം. അതിന് മുന്നേ വൈൽ ലൂപ്പ് എന്താ മനസ്സിലായിട്ടില്ലെങ്കിൽ ഡീറ്റെയിൽ ആയി ഒന്നും കൂടി റിവൈസ് ചെയ്ത് നോക്കാം. എന്നിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ സപ്പോർട്ടിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ക്ലിക്ക് ചെയ്യുക, സംശയം ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഡു വൈൽ ലൂപ്പ് എന്താണെന്ന് കൂടി ഞാൻ പറയാം. ഇപ്പോൾ നമ്മളൊക്കെ എന്താ ചെയ്തത്, ആദ്യം ഈ ഫോർ ലൂപ്പിലാണെങ്കിലും വൈൽ ലൂപ്പിലാണെങ്കിലും ആദ്യം നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ചെക്ക് ചെയ്തതിന് ശേഷം ഓക്കെ ആണെങ്കിൽ മാത്രമാണ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കിടക്കുന്നത്, അല്ലേ? അത് ട്രൂ ആണ്, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കിടക്കും. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു ഡിഫറെൻ്റ് ആണ്. ഇവിടെ ഡിഫറെൻ്റ് എന്താണെന്ന് വെച്ചാൽ, ഇതിലെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ പ്രിൻ്റ് ചെയ്യും, സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻ്റ് ചെയ്യും, പിന്നെയാണ് നമ്മൾ കണ്ടീഷൻ തന്നെ ചെക്ക് ചെയ്യുന്നത്. ഒരു കൺഫ്യൂഷൻ ആയില്ലേ? അതായത് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഒത്രേ ഉള്ളൂ. നമ്മൾ അതിൽ പറഞ്ഞത് കണ്ടീഷൻ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കിടക്കുള്ളൂ. പക്ഷേ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കടന്നതിന് ശേഷം മാത്രം വീണ്ടും എന്ത് ചെയ്യുള്ളൂ, കണ്ടീഷൻ ചെക്ക് ചെയ്യുള്ളൂ. അതാണ് ഡു വൈൽ ലൂപ്പ്. ഓക്കെ, അത് നമുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒന്നും കൂടി മനസ്സിലാവും. ഞാൻ ഇപ്പോൾ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈൽ ലൂപ്പിന് നമ്മൾ വൈൽ എന്ന് പറഞ്ഞിട്ടാണ് ഉപയോഗിച്ചത്. അത് ഫോർ ലൂപ്പിന് ഫോർ എന്ന് പറഞ്ഞൊരു കീവേഡാണ് നമ്മൾ ഉപയോഗിച്ചത്. പക്ഷേ ഡു വൈൽ ലൂപ്പിന് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഡു വൈൽ ലൂപ്പിൻ്റെ തന്നെയാണ്, മീൻസ് ഡു വൈലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡു വൈൽ എന്താണെന്നുള്ളത് നമുക്ക് ഞാൻ പറഞ്ഞു. ആദ്യം എന്ത് ചെയ്യും, സ്റ്റേറ്റ്മെൻ്റ് ആണ്, പിന്നെയാണ് കണ്ടീഷൻ. അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ആദ്യമല്ലേ ഞാൻ പറഞ്ഞത്, എന്താ, കണ്ടീഷൻ ചെക്കിന് മുമ്പ് സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ത്, ഡു എന്ന് പറയാം. ഓക്കെ, ഡു എന്ന് കൊടുത്തതിന് ശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം എന്താണ് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് വേണ്ടത്, ആ സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, പ്രിൻ്റ് ചെയ്യണം. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, വെൽക്കം ടു ബേസ്ലൈൻ. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ബ്രാക്കറ്റ് ഇവിടെ ഞാൻ ക്ലോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റായി. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും, ഇവിടെ വരും, സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻ്റ് ചെയ്യും. പിന്നെയാണ് എന്ത് ചെയ്യുന്നത്, കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. എങ്ങനെ, വൈൽ, പിന്നെന്ത് ചെയ്യും, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു ഇൻറ്റെന്ന് ഐ എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ഞാൻ അസൈൻ ചെയ്യാണ്, 0 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, എന്നിട്ട് ഇവിടെയാണ് ചെക്ക് ചെയ്യുന്നത്, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ 5 ആണോ, മനസ്സിലായോ? ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഐ നട്ടുള്ളത് 1 ഇട്ട് കൊടുത്താലും മതി. 1 ഇട്ട് കൊടുത്താൽ 1 ലെസ് ദാൻ ഓർ ഈക്വൽ 5 ആണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യും, പോകും. ഇപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന് ചിന്തിക്കുക, ഡു വൈലിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവിടെ കണ്ടീഷൻ തെറ്റിയാലും തെറ്റിയില്ലെങ്കിലും എന്തായെങ്കിലും നമുക്ക് ഒരു വട്ടം ആദ്യത്തെ ഇനീഷ്യൽ സ്റ്റേജിൽ ഇത് റണ്ണാവുമ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണോ കൊടുത്തത് അത് വൺസ് വർക്ക് ചെയ്യും. അത് വൺസ് വർക്ക് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കണ്ടീഷൻ ചെക്ക് ചെയ്യുള്ളൂ. കണ്ടീഷൻ ചെക്ക് ചെയ്ത് ഓക്കെ ആണെങ്കിൽ മാത്രം രണ്ടാമത്തെ എന്ത് ചെയ്യും, പ്രിൻ്റ് ചെയ്യും. മനസ്സിലായോ? അതായത് വീണ്ടും പറയാണ്,
നമ്മൾ കോഡ് റൺ ചെയ്യുന്ന സമയത്ത് ആദ്യം എങ്ങനെ വന്നാലും ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉള്ളിലുള്ളത് ഒരു വട്ടം എന്തായാലും പ്രിൻ്റ് ചെയ്യും. അത് നിർബന്ധം. അതിപ്പോൾ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിലും അല്ലെങ്കിലും ആദ്യം എന്ത് ചെയ്യും, റൺ ചെയ്യുന്ന ടൈമിൽ വെൽക്കം ടു വെസ്ലൻ എന്നുള്ളത് പ്രിൻ്റ് ചെയ്യും. പ്രിൻ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, കണ്ടീഷൻ ചെക്ക് ചെയ്യുക. കണ്ടീഷൻ ചെക്ക് ചെയ്തപ്പോൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും എന്ത് ചെയ്യുക, ഇവിടെ പോയിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യുക. മനസ്സിലായോ? മനസ്സിലായില്ല? അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, റൺ ചെയ്യുന്നു. ഇതെങ്ങനെ വർക്കിംഗ് ആണ് പറയുന്നത്. റൺ ചെയ്യുന്ന സമയത്ത് ഡൂ എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, ഡൂ എന്നുള്ളത് ഞാൻ കൊടുത്തു. ഡൂ എന്നുള്ളത് എന്താണ്, സ്റ്റേറ്റ്മെൻറ്റ് ആണ്. ഞാൻ ഇപ്പോൾ പറഞ്ഞു ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിൽ എന്ത് കൊടുക്കുന്നു, ഡൂ എന്ന് കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യും, വെൽക്കം ടു വെസ്ലൻ ഒരു വട്ടം പ്രിൻ്റ് ആവും. വെൽക്കം ടു വെസ്ലൻ എന്നുള്ളത് ഒരു വട്ടം പ്രിൻ്റ് ആവും. ഓക്കെ, പ്രിൻ്റ് ആയതിനു ശേഷം നേരെ വരുന്നത് കണ്ടീഷനിലേക്കാണ്. കണ്ടീഷൻ ചെക്ക് ചെയ്യും. 1 <= 5 ആണോ, കണ്ടീഷൻ ട്രൂ ആണ്. ട്രൂ ആകുമ്പോൾ എന്ത് ചെയ്യും, നേരെ ഒന്ന് ഇവിടെ പോകും. മനസ്സിലായോ? നേരെ എന്ത് ചെയ്യും, ഇവിടെ പോകും. ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്റ്റേറ്റ്മെൻറ്റിന് ശേഷമാണ് എന്ത്, കണ്ടീഷൻ. ഇത് നേരെ ഒരു ഫോർ ലൂപ്പിൻ്റെയും വൈൽ ലൂപ്പിൻ്റെയും നേരെ ഓപ്പോസിറ്റാണ്. ആദ്യം പറഞ്ഞത് അതിൽ കണ്ടീഷനാണ്. കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് ട്രൂ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യും, സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കിടക്കും. ഇവിടെ അങ്ങനെയല്ല, സ്റ്റേറ്റ്മെൻറ്റാണ് ആദ്യം പ്രിൻ്റ് ചെയ്തതിന് ശേഷം കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഈ വൈൽ ലൂപ്പ് തെറ്റിയാലും മീൻസ് ഫോൾസ് ആയാലും ട്രൂ ആയാലും, അതായത് കണ്ടീഷൻ ട്രൂ ആയാലും ഫോൾസ് ആയാലും ഇത് ഒരു വട്ടം നിർബന്ധമായും പ്രിൻ്റ് ചെയ്തിരിക്കും. അതാണ് ഡു വൈൽ ലൂപ്പിൻ്റെ വ്യത്യാസം. മനസ്സിലായോ? അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ എന്ത് ചെക്ക് ചെയ്യും, അപ്പോൾ വീണ്ടും പോവും, വീണ്ടും പ്രിൻ്റ് ചെയ്യും, പിന്നെയും ചെക്ക് ചെയ്യും, പിന്നെയും വീണ്ടും ഇങ്ങനെ പ്രിൻ്റ് ആയിക്കൊണ്ടേ പോവും അല്ലേ. ഇനി ഞാൻ തെറ്റായിട്ട് കൊടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ ലെസ് ദാൻ ഒഴിവാക്കിയിട്ട് ഗ്രേറ്റർ ദാൻ കൊടുക്കുകയാണ്. ഓക്കെ, ഗ്രേറ്റർ ദാൻ കൊടുത്തു. അപ്പോൾ എന്താ ചെക്ക് ചെയ്യുകയെന്ന് വെച്ചാൽ ഇവിടെ വരും, ഡൂല് ഒരു ഇത് എന്ത് ചെയ്യും, ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻ്റ് ചെയ്യും. പ്രിൻ്റ് ചെയ്തതിന് ശേഷം നേരെ കണ്ടീഷനിലേക്ക് വരും. കണ്ടീഷനിൽ എന്താ ചെക്ക് ചെയ്യുക, 1 <= 5 ആണോ എന്ന് ചെക്ക് ചെയ്യും. കണ്ടീഷൻ എന്താണ്, ഫോൾസ് ആണ്. കാരണം 1 എന്നുള്ളത് വലുതല്ലല്ലോ. കണ്ടീഷൻ ഫോൾസ് ആയ ഉടനെ ഇവിടെ എന്ത് ചെയ്യും, ഈ ലൂപ്പ് ബ്രേക്ക് ആവും, ഇങ്ങോട്ട് പോകുന്നില്ല. പക്ഷേ ഒരു വട്ടം നമുക്ക് എന്ത് ചെയ്ത് പ്രിൻ്റായി കിട്ടി. ഇപ്പോൾ ഫോൾസിൻ്റെ കേസിലും നമുക്ക് ഒരു വട്ടം പ്രിൻ്റായി, നേരത്തെ ട്രൂവിൻ്റെ കേസിലും ഇത് ഒരു വട്ടം പ്രിൻ്റ് ആയിട്ടുണ്ട്. അല്ല, ഒരു വട്ടം നിർബന്ധമായിട്ട് പ്രിൻ്റ് ചെയ്യും. മനസ്സിലായോ? ഇതാണ് ഡു വൈൽ ലൂപ്പിൻ്റെ വ്യത്യാസം. അപ്പോൾ വൈൽ ലൂപ്പ് എന്താണെന്നും പഠിച്ചു, ഡു വൈൽ ലൂപ്പ് എന്താണെന്നും പഠിച്ചു, ഫോർ ലൂപ്പും പഠിച്ചു. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ പ്രോപ്പറായി നോക്കേണ്ടത്. അതിൽ കൂടുതലായിട്ട് ഡെവലപ്പേഴ്സ് ഉപയോഗിക്കുന്ന ഫോർ ലൂപ്പാണ്. വൈൽ ലൂപ്പ് കുറവാണ് ഉപയോഗിക്കുക. വൈൽ ലൂപ്പും അതുപോലെ ഡു വൈൽ ലൂപ്പും എന്തെങ്കിലും ഇതുപോലുള്ള വൺസ് പ്രിൻ്റ് ആയതിന് ശേഷം വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡു വൈൽ ലൂപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോഴും നമ്മൾ ഫോർ ലൂപ്പാണ് ഉപയോഗിക്കുന്നത്. കണ്ടീഷൻ വെച്ച് ചെക്ക് ചെയ്തിട്ട് ഫോർ ലൂപ്പാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. പക്ഷെ എന്തെങ്കിലും റെയർ കേസിലാണ് ഈ ഡു വൈലും അതുപോലെ വൈൽ ലൂപ്പും ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ വൈൽ ലൂപ്പും പിന്നെ ഡു വൈൽ ലൂപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ കടക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. നമ്മൾ പിരമിഡിൻ്റെ പാറ്റേൺ നമ്മൾ പ്രിൻ്റ് ചെയ്തില്ലായിരുന്നു. അപ്പോൾ നമുക്ക് അതും കൂടി എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം. അപ്പോൾ അതിനെന്താ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ ഞാനിപ്പോൾ sample.javaയിലാണ്. നിങ്ങൾ pattern.java എന്നോ അല്ലെങ്കിൽ pyramid.java എന്നോ അങ്ങനെ എന്തൊക്കെയാണ് ഉണ്ടാക്കി ചെയ്യാം. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ സാമ്പിൾ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫോറ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫോറ് അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതുകൊണ്ടാണ് അതിന് തൊട്ട് മുമ്പ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യാനുണ്ട്. ഇൻറ്റ് റോസ് എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ബോർഡിൽ പറഞ്ഞതാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. റോസിന് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു 6 കൊടുക്കാം. പിന്നെ ഐ എന്നുള്ള വേരിയബിൾ ഉണ്ട്, അതുപോലെ JNK, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. അപ്പോൾ സോറി, ഇവിടെ ഒരു സെമിക്കോളൻ ഇവിടെ ആവശ്യമില്ല. ഓക്കെ, ഇപ്പോൾ ഇവിടെയാണ് സെമിക്കോളൻ. ഓക്കെ, അപ്പോൾ ചെയ്തതിന് ശേഷം ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും, ഐ എന്നുള്ള ഇനീഷ്യലൈസേഷൻ ആണ് ചെയ്യുന്നത്. ഇനീഷ്യലൈസേഷൻ ഞാൻ 1 കൊണ്ട് തുടങ്ങുന്നത്. പിന്നെ ഐ എന്നുള്ളത് കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. <= റോസ് എന്നുള്ളത്, റോസ് ഏതാ മനസ്സിലായില്ലേ, ഈ കാണുന്ന റോസാണ്. പിന്നെ എന്ത് ചെയ്യും, സെമിക്കോളൻ കൊടുത്തതിന് ശേഷം ഇൻക്രിമെൻറ്റ്, പിന്നെ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ മനസ്സിലാവുന്നില്ലേ നോക്കി, ഇത് വേരിയബിൾ ഡിക്ലറേഷൻ ആണ്.
ഇവിടെ എന്താണ് നമ്മൾ ഫോർ ലൂപ്പ് ഓപ്പൺ ചെയ്തു, ഔട്ടർ ലൂപ്പ്, ശേഷം വീണ്ടും ഫോർ ലൂപ്പ് ഇട്ടതിന് ശേഷം ഉള്ളിൽ നെസ്റ്റഡ് ലൂപ്പ്. നമ്മൾ എന്തിനാണ് സ്പേസിന് വേണ്ടി ഒരു ലൂപ്പ് വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ, അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫോർ ലൂപ്പിൽ ചെയ്യുമ്പോൾ ജെ അസൈൻ 0, ഓക്കെ 0 അല്ല 1 കൊടുക്കാം. നമുക്ക് നമ്മൾ ബോർഡിൽ 1 കൊടുത്തതുകൊണ്ടാണ്. ഇപ്പോൾ 0 കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചെങ്കിലും എന്ത് ചെയ്താൽ മതി, കണ്ടീഷനിൽ മാറ്റം വരുത്തിയാൽ മതി, ഈക്വൽ എന്നുള്ളത് കളഞ്ഞാൽ മതി. ഓക്കെ, എന്നിട്ട് സെമിക്കോളം കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യുക, വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുക. ഇവിടെ ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെ, ജെ ലെസ് ദാൻ ഓർ ഈക്വൽ റോസ് മൈനസ് ഐ ആണ്. മനസ്സിലായോ? അത് നമ്മൾ ബോർഡിൽ എന്തിനാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ജെ പ്ലസ് പ്ലസ് കൊടുക്കുന്ന സമയത്ത് എന്താണ് നമുക്ക് പ്രിൻ്റ് ചെയ്യേണ്ടത്, ഇവിടെയാണ് നമ്മൾ സ്പേസ് പ്രിൻ്റ് ചെയ്യേണ്ടത്. ആ സ്പേസ് എന്ത് ചെയ്താൽ മതി, ഇവിടെ ചെയ്താൽ മതി. സിസ്റ്റം ഡോട്ടിൽ പ്രിൻ്റ് ചെയ്താൽ മതി. ഓക്കെ, അത് സ്പേസാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് വേണ്ടത്. ആ സ്പേസ് ഇവിടെ എന്ത് ചെയ്യും, പ്രിൻ്റ് ചെയ്തു. അപ്പോൾ റോപ്പ് അതിനെ സൈസ് അനുസരിച്ചിട്ട് ഇതെന്ത് ചെയ്യും, പ്രിൻ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് ലൂപ്പ് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മൾ സ്റ്റാറിന് വേണ്ടി ഒരു ലൂപ്പ് എഴുതണം. ആ ലൂപ്പിൽ നമ്മൾ കെ എന്ന് കൊടുക്കുന്നു, അസൈൻ 1 കൊടുത്തു, പിന്നെ സെമിക്കോളൻ, പിന്നെ കണ്ടീഷനാണ് ലെസ് ദാൻ ഈക്വൽ എന്തിനോട്, ഐ ആണ്. മനസ്സിലായോ? ഐനോടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. പിന്നെ എന്ത് കെ പ്ലസ് എന്ന് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ കണ്ടീഷൻ ഓപ്പൺ ചെയ്യാം. എന്നതിന് ശേഷം എന്താണ് പ്രിൻ്റ് ചെയ്യേണ്ടത് ആ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്താൽ മതി. സ്റ്റേറ്റ്മെൻറ്റ് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റ്. ഓക്കെ, പ്രിൻറ്റ് കൊടുത്തതിന് ശേഷം ഇവിടെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഒരു സ്പേസ് കൊടുത്തതിന് ശേഷം ഒരു സ്റ്റാർ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ പ്രിൻ്റ് ആയി കിട്ടും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സ്റ്റാർ എന്ത് ചെയ്യും, പ്രിൻ്റ് ആയാനായി. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് ലൈൻ എന്നുള്ളത് കൊടുത്തിട്ടില്ല. ഇതെന്ത് ചെയ്യും, നേരെ ഇങ്ങനെ ലൈനിൽ പ്രിൻ്റ് ചെയ്യുമ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഈ 2 നെസ്റ്റഡ് ലൂപ്പിൻ്റെ ഈ താഴത്ത് എന്ത് ചെയ്യണം, ഒരു പ്രിൻ്റിൽ നിന്നും കൂടി നമ്മൾ പ്രിൻ്റ് ചെയ്യണം. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ്. ഓക്കെ, ജസ്റ്റ് പ്രിൻ്റ് ആകാൻ മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം ഒന്ന് റൺ ചെയ്താൽ മതി. ജാവ സ്പേസ് സാമ്പിൾ ഡോട്ട് ജാവ എന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, നമുക്കുള്ള പാറ്റേൺ, പിരമിഡ് പാറ്റേൺ എന്തായി പ്രിൻ്റായി കിട്ടി. കണ്ടില്ലേ? ഓക്കെ, ഇവിടെ നമ്മൾ 6 കൊടുത്തതാണ്ട് 6 റോസ് നമ്മൾ എന്ത് ചെയ്തത്, ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ റോസ് എന്നുള്ളത്. ഞാൻ 7 കൊടുക്കുകയാണ്. 7 കൊടുത്ത് എന്താ സംഭവിക്കാൻ നോക്കാം. എന്ത് ചെയ്യുക, സേവ് ചെയ്യുക. വീണ്ടും ജാവ സാമ്പിൾ ഡോട്ട് ജാവ. കണ്ടോ, 7 വട്ടം പ്രിൻ്റായി. കണ്ടോ, 1 2 3 4 5 6 7. ഇത് 6 ഉള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഈ റോസിന് വേണ്ടിയാണ് ഇതൊന്ന് മനസ്സിലാക്കുക, ഔട്ടർ ലൂപ്പ്. പിന്നെ സ്പേസിന് വേണ്ടിയാണ് ആദ്യത്തെ നെസ്റ്റഡ് ലൂപ്പും, പിന്നെ രണ്ടാമത്തെ നെസ്റ്റഡ് ലൂപ്പ് എന്താണ്, സ്റ്റാർ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാമെന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇത് ഔട്ട്പുട്ട് അങ്ങനെ കിട്ടും. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനി നമ്മൾ ചെയ്തതാണ് വൈൽ ലൂപ്പ്. വൈൽ ലൂപ്പും കൂടി എന്ത് ചെയ്യും, ചെയ്ത് നോക്കാം. വൈൽ ലൂപ്പിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യാനേ ഒന്നുമില്ല, നിങ്ങൾക്ക് ഏത് ലൈനാണോ കമൻറ്റ് ചെയ്യേണ്ടത് അതെന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. മൊത്തത്തിൽ സെലക്ട് ചെയ്തതിന് ശേഷം മാക്കിലാണെങ്കിൽ കമൻറ്റ് സ്ലാഷ് ആണ്, അല്ലാത്ത മറ്റേ വിൻഡോസിലൊക്കെ ആണെങ്കിൽ കൺട്രോൾ/ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്പിളായിട്ട് നമുക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് മനസ്സിലാക്കുക. അപ്പം ഞാനിത് തൽക്കാലം കമൻറ്റ് ചെയ്ത് താഴത്ത് എന്ത് ചെയ്യുന്നുണ്ട്, എഴുതാൻ പോവാണ്. ഇപ്പോൾ ഞാൻ വൈൽ ലൂപ്പ് അല്ലേ, നമ്മൾ വൈൽ ലൂപ്പിന് വേണ്ടി എന്ത് ചെയ്യും, ഇൻറ്റ് ഒരു ഐ എന്നുള്ള വേരിയബിൾ അസൈൻ ചെയ്ത് ഡിക്ലെയർ ചെയ്ത് അസൈൻ ചെയ്യണം ഒരു വാല്യൂ 0 എന്നുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യും, വൈൽ എന്നുള്ളതാണ് നമ്മുടെ കീവേഡ്. വൈൽ എന്നിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്, ലെസ് ദാൻ ഓർ ഈക്വൽ 5 ആണോ എന്നുള്ളത് ചെക്ക് ചെയ്തു. ചെക്ക് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മളിവിടെ കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാൻ പോവാണ്. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ്. ഓക്കെ, പ്രിൻ്റ് കൊടുത്തു. പ്രിൻ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ എന്താ സംഭവിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യുന്നു, വെൽക്കം ടു വെസ്ലൻ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, വെൽക്കം ടു വെസ്ലൻ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക, ഇപ്പോൾ നിങ്ങൾ പറയും ഞാൻ പറഞ്ഞ കണക്കിൽ ഇതെന്ത് ചെയ്യും, ഞാൻ ഈ മറ്റേ ബോർഡിൽ കാണിച്ചു തന്നിരുന്നു ഇങ്ങനെ കൊടുത്താൽ എന്താ സംഭവിക്കാമെന്ന്. ഇങ്ങനെ കൊടുത്താൽ ഇൻഫിനിറ്റി ആയി ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിന് ഒരു അറ്റമില്ല. കാരണം എന്താ വെച്ചാൽ
എപ്പോഴും ഈ ഐൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റോ നമ്മൾ മോഡിഫിക്കേഷൻ എവിടെയും കൊടുത്തിട്ടില്ല. ഈ ഐൻ്റെ വാല്യൂ 0 തന്നെയാണ്. ഇത് ഇൻഫിനിറ്റി വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടി എന്ത് ചെയ്യാം, ജാവ സ്പേസ് സാമ്പിൾ ഡോട്ട് ജാവ എന്നുള്ളത് കൊടുത്ത് സ്പേസ് കണ്ടോ, വർക്ക് ആയിക്കൊണ്ടേയിരിക്കുകയാണിത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ക്ലോസ് ചെയ്ത് ടെർമിനൽ ഓപ്പൺ ചെയ്താൽ മതി. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെയാണ് കണ്ടീഷൻ നമ്മൾ കൊടുക്കേണ്ടത്. ഇവിടെയാണ് ഇൻക്രിമെൻ്റ് കൊടുക്കുന്നത്. നേരത്തെ ഞാൻ കാണിച്ചു തന്നിരുന്നു ഇൻഫിനിറ്റിയായി വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു കണ്ടീഷൻ കൊടുത്ത് ഒന്നോ ബ്ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ഇൻക്രിമെൻ്റ് കാര്യങ്ങൾ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, വീണ്ടും സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം java/sample ഡോട്ട് ജാവ എന്നുള്ളത് സെർച്ച് ചെയ്തതിന് ശേഷം കണ്ടോ, നമുക്ക് താഴത്ത് കിട്ടാൻ വേണ്ടി പ്രിൻ്റ് എന്ന് കൊടുത്താൽ മതി. എന്നിട്ട് സേവ് ചെയ്യുക. വീണ്ടും എന്ത് ചെയ്യുക, റൺ ചെയ്യുക. റൺ ആയി കണ്ടോ, 5 വട്ടം ഇത് പ്രിൻ്റായി കിട്ടി. കാരണം എന്താണെന്ന് വെച്ചാൽ 6 വട്ടം പ്രിൻ്റ് ചെയ്ത്. കാരണം എന്താ വെച്ചാൽ ഐ തുടങ്ങുന്നത് 0 ആണ്. അപ്പോൾ 0 1 2 3 4 5 അപ്പോൾ 6 എണ്ണമായി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്താ സംഭവിച്ചത്, 6 എണ്ണം ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഐൻ്റെ വാല്യൂ 0 ആയിരിക്കും. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻ്റ് ആവും, 1 പ്രിൻ്റായി. വീണ്ടും ++ ആവും. അപ്പോൾ എന്ത് ചെയ്യും, ഐ ലെസ് ദാൻ ഈക്വൽ നോക്കുമ്പോൾ ++ ആകുമ്പോൾ അതിൻ്റെ വാല്യൂ 1 ആയി മാറും. അപ്പോൾ എന്ത് ചെയ്യും, ഇത് പ്രിൻ്റ് ആവും. ഇങ്ങനെയാണ് നടക്കുന്നത് വൈൽ ലൂപ്പ്. അപ്പോൾ വൈൽ ലൂപ്പ് ഫോർ ലൂപ്പിൻ്റെ വ്യത്യാസം നമ്മൾ ബോർഡിലേ പറഞ്ഞിരുന്നു. അപ്പോൾ അത് ചെയ്തു നോക്കുക. അപ്പോൾ വൈൽ ലൂപ്പ് എന്നുള്ളതും ഇങ്ങനെയാണ്. അപ്പോൾ വൈൽ ലൂപ്പിന് ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, കമൻറ്റ് ചെയ്യുന്നുണ്ട്. വീണ്ടും താഴത്ത് വന്നതിന് ശേഷം ഡു വൈൽ ലൂപ്പ് എന്താണെന്നും കൂടി നമുക്ക് നോക്കാം. അതിന് വേണ്ടി എന്ത് ചെയ്യാം, ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക. ഇൻറ്റ് ഐ തന്നെ ഞാൻ കൊടുക്കുകയാണ്. ഐ കൊടുത്തതിന് ശേഷം 1 കൊടുത്തു, 0 കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ചെയ്യാണ്, ആദ്യം നമ്മൾ എന്താണ് സ്റ്റേറ്റ്മെൻറ്റിന് വേണ്ടി ഡൂ എന്ന് കൊടുക്കുക. പിന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം അത് ക്ലോസ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലാണ് എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് വേണ്ടത്, ആ സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻ്റ് ചെയ്യുന്നത്. അതിന് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എന്ന് കൊടുക്കും. ഓക്കെ, ഇവിടെ ഞാൻ വെൽക്കം ടു വെസ്ലൻ എന്ന് കൊടുക്കുകയാണ്. വെസ്ലൻ കൊടുത്തു. പിന്നീട് എന്തായി, നമുക്ക് കണ്ടീഷനാണ് ചെക്ക് ചെയ്യേണ്ടത്. കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞു വൈൽ, പിന്നെ കണ്ടീഷൻ ഇട്ടാൽ മതി ഐ ലെസ് ദാൻ ഓർ ഈക്വൽ 5 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുക, ഇപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞിരുന്നു ഡു വൈൽ ലൂപ്പിൽ സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും, അതായത് കണ്ടീഷൻ ഫോൾസ് ആണെങ്കിലും ട്രൂ ആണെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് ഒരു വട്ടം എന്തായാലും പ്രിൻ്റ് ആയിരിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്കത് ടെസ്റ്റ് ചെയ്ത് നോക്കാം ആണോ എന്നുള്ളത്. ഇപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരു കണ്ടീഷൻ കൊടുത്തു. ഈ കണ്ടീഷൻ വർക്ക് ആയിക്കൊണ്ടേയിരിക്കും. ഇത് ഇൻഫിനിറ്റി ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. കാരണം എന്താ വെച്ചാൽ എവിടെയും നമ്മൾ മോഡിഫിക്കേഷനോ ഡിക്രിമെൻറ്റോ കൊടുത്തിട്ടില്ല ഐനെ, അല്ലേ? അപ്പോൾ നോക്കാതെ എന്താ ചെയ്യാന്നുള്ളത് നോക്കാതെ അങ്ങനെ തന്നെയാണോ ഇൻഫിനിറ്റി ആയി വർക്ക് ചെയ്യുമെന്ന്. അതിന് ജാവ സ്പേസ് സാമ്പിൾ ഡോട്ട് ജാവ എന്നുള്ളത് ഒരു എറർ ഉണ്ട്. ആ എറർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, ഒരു സെമിക്കോളം കൊടുത്തിട്ടില്ല. ഇവിടെ ഒരു സെമിക്കോളം കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ എൻഡാവും. ഞാൻ പറഞ്ഞല്ലോ ജാവയിൽ എന്തെങ്കിലും ഒരു സംഭവം എൻഡായി കഴിഞ്ഞാൽ അതിന് സെമിക്കോളം കൊടുക്കാതിരിക്കാൻ മറക്കരുത്, കൊടുക്കണം. അപ്പോൾ ജാവ സ്പേസ് സാമ്പിൾ ഡോട്ട് ജാവ എന്നുള്ളത് കണ്ടോ, ഇൻഫിനിറ്റ് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇതിപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണതാ, വർക്ക് പോയിക്കൊണ്ടേ ഇരിക്കണതാ. അപ്പോൾ ഇൻഫിനിറ്റി അതും ഇങ്ങനെ വർക്ക് ചെയ്യാൻ തുടങ്ങും. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, അതിന് വേണ്ടി നമുക്ക് കണ്ടീഷൻ, ആ കണ്ടീഷൻ എവിടെ ഇടും. കാരണം ഇവിടെ സെമിക്കോളോട്ട് നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാനുള്ളതില്ല. കാരണം നേരത്തെ എന്താ വെച്ചാൽ നമ്മൾ എന്ത് ചെയ്തു, വൈൽ ലൂപ്പിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളിലാണ് എന്ത് ചെയ്യുന്നത്, മീൻസ് ഇൻക്രിമെൻറ്റ് കൊടുത്തത്. പക്ഷേ ഇവിടെ ഇൻക്രിമെൻറ്റ് കൊടുക്കുന്നത് ഇവിടെയും സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അതായത് ഡു വൈൽ ലൂപ്പിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുക, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റലിൻ്റെ താഴത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് മതി, i++ എന്ന് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യും, സ്റ്റേറ്റ്മെൻറ്റ് 5 വട്ടേ പ്രിൻ്റ് ആവുള്ളൂ. കാരണം എന്താ, ഒരു വട്ടം ചെക്ക് ചെയ്യും, അതിൻ്റെ വാല്യൂ ലെസ് ദാൻ ഒരു 5 ആണോ, കണ്ടീഷൻ ട്രൂ ആണ്, വീണ്ടും ++ ആവും. അപ്പോൾ അതിൻ്റെ വാല്യൂ 1 ആയി മാറും. പിന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യും, അപ്പോൾ കറക്റ്റാണ്. അപ്പോൾ 5 വട്ടം അങ്ങനെ എന്തെങ്കിലും വർക്ക് ചെയ്യും. അപ്പോൾ 6 വട്ടം നമുക്ക് എന്ത് ചെയ്യും, പ്രിൻ്റായി കിട്ടും. ജാവ സ്പേസ് സാമ്പിൾ ഡോട്ട് ജാവ. ഓക്കെ, ഇവിടെ ഒരു എറർ കാണുന്നുണ്ട്. എന്താ എറർ എന്ന് വെച്ചാൽ കണ്ടോ, സെമിക്കോളം കൊടുക്കാൻ മറന്നിട്ടുണ്ട്. i++ൻ്റെ അടുത്ത് ആ സെമിക്കോളം കൊടുക്കുക. അപ്പോൾ സെമിക്കോളം കൊടുക്കാതെയും എറർ വരും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എറർ വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് നിങ്ങളെ കൂടെ അനലൈസ് ചെയ്യുക, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, സംശയങ്ങൾ ചോദിച്ചാൽ മതി. ജാവ സ്പേസ് സാമ്പിൾ ഡോട്ട്
ജാവ എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ കണ്ടോ 6 വട്ടം പ്രിൻ്റായി. ഇതാണ് ഡു വൈൽ ലൂപ്പും വൈൽ ലൂപ്പും ഫോർ ലൂപ്പും തമ്മിലുള്ള വ്യത്യാസം. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ കണ്ടീഷൻ തെറ്റിച്ച് കൊടുത്തു. ഇപ്പോൾ ലെസ് ദാൻ അല്ല കൊടുത്തത്, ഗ്രേറ്റർ ദാൻ കൊടുക്കുകയാണ്. ഗ്രേറ്റർ ദാൻ കൊടുക്കുകയാണ്. ഇപ്പോൾ എന്താ സംഭവിക്കുക? ഇപ്പോൾ നമുക്ക് ഒരു വട്ടം പ്രിൻ്റ് ആവും. കാരണം കണ്ടീഷൻ ഫോൾസ് ആണ്. കണ്ടീഷൻ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ട്രൂ ആവുന്നതന്നെയില്ല. പക്ഷേ എങ്കിലും ഒരു വട്ടം നമുക്ക് പ്രിൻ്റായി കിട്ടും അല്ലേ? കാരണം എന്താ, ഞാൻ പറഞ്ഞിരുന്നു ഇത് ഫോൾസ് ആണെങ്കിൽ ട്രൂ ആണെങ്കിൽ ഒരു വട്ടം എന്തെങ്കിലും ഡു വൈൽ ലൂപ്പിൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻ്റ് ആവും. അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ജാവ സ്പേസ് സാമ്പിൾ ഡോട്ട് ജാവ കണ്ടോ, ഒരു വട്ടം വെൽക്കം ടു പ്രിൻ്റായി. പിന്നെ ഒരു വട്ടം കൂടി പ്രിൻ്റായില്ല, കാരണം കണ്ടീഷൻ ഫോൾസ് ആണ്. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ വൈൽ ലൂപ്പും ഡു വൈൽ ലൂപ്പും ഫോർ ലൂപ്പും എന്താണെന്ന് പഠിച്ചു. ഇനിയുള്ള വരാൻ പോകുന്ന ക്ലാസ്സുകൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ കേൾക്കുക. കാരണം ഇനിയും നല്ല നല്ല ടോപ്പിക്സ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സജഷൻസോ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പറയുക. എന്നാലേ എങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ തരാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, കീപ് വാച്ചിങ്.